കൊല്ലം ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അടുത്തയാഴ്ച കൊട്ടാരക്കര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. തട്ടിക്കൊണ്ടുപോകലിന് 2 മാസം തികയുന്ന ജനുവരി 27-ന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്നത്. ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രതികളെ 7 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പുളിയറയിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആൾ, കുളമടയിൽ ചായക്കടയിൽ പ്രതികളെത്തിയ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ, ചായക്കടയുടമയായ സ്ത്രീ, ഫാം ഹൗസ് ജീവനക്കാരി തുടങ്ങിയ സാക്ഷികളിൽ നിന്നുള്ള മൊഴികളും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയുടെ ഭാഗമായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടാനും വയോധികരിൽ നിന്ന് ആഭരണം തട്ടാനും അടക്കം തയ്യാറാക്കിയ പദ്ധതികൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നതാണ് കേസിലെ നിർണായകമായ തെളിവ്. ഇവയെല്ലാം വിശദമായി പരിശോധിച്ചാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. കേസിൽ ശേഖരിച്ച തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും കുറ്റപത്രത്തിന്റെ ഭാഗമാകും. ഓയൂരിൽ നിന്ന് കുട്ടിയുമായി സഞ്ചരിച്ച വഴികൾ, വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കിയ സ്ഥലം, ഫാം ഹൗസ്, കുട്ടിയുടെ പെൻസിൽ ബോക്സ് വലിച്ചെറിഞ്ഞ ഇടം, തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നത്തെ വീട്, തെങ്ങുവിളയിലെ ഫാം ഹൗസ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടവിൽ പാർപ്പിക്കൽ, മുറിവേൽപ്പിക്കൽ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 361, 363, 374, 323, 34, 201 വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകുന്നതോടെ വിചാരണ കഴിയുന്നതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികൾ ജയിലിൽ കഴിയേണ്ടി വരും. കേരളത്തെ നടുക്കിയ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24.